വിജയദശമി ദിനത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുകയാണ് കുഞ്ഞുങ്ങൾ. വിവിധ ആരാധനാലയങ്ങളിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ തുടരുന്നുണ്ട്. നമ്മൾ ഇനി പോകുന്നത് പനച്ചിക്കാട് ക്ഷേത്രത്തിലേക്കാണ്. കോട്ടയത്ത് ടോബി ജോൺസൺ തത്സമയ വിവരങ്ങളുമായി. ടോബി, എങ്ങനെയാണ് അവിടുത്തെ തിരക്കും മറ്റു കാര്യങ്ങളും ഒക്കെ? വലിയ ക്യൂ ഒക്കെ സാധാരണ കാണാറുണ്ട്. ഇപ്പോഴെങ്ങനെയാണ് ചടങ്ങുകളൊക്കെ നടക്കുന്നത്? അനുജ, ഇത്തവണയും ആ തിരക്കിന് ഒരു കുറവുമില്ല. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. നിരവധി ആളുകൾ, രാവിലെ ഒരു അല്പം ആ തിരക്ക് കുറവുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇവിടേക്ക്, കൂടുതൽ വിശ്വാസികൾ ഇവിടേക്ക് എത്തി അവരുടെ കുരുന്നുകളെ ആദ്യാക്ഷരം കുറിക്കുന്ന, എഴുതിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിദ്യാരംഭം മാത്രമല്ല, കലാരംഗത്തേക്കും കാലെടുത്ത് വെക്കുന്നവർ അവരുടെ അരങ്ങേറ്റമടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. നവരാത്രിയുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെയാണ് പൂജയെടുപ്പ് ചടങ്ങ് നടന്നത്. അത് 2 മണിക്കായിരുന്നു. അതിനുശേഷം 4 മണിയോടുകൂടി വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു. 56 ഗുരുക്കന്മാരാണ് ഈ വിദ്യാമണ്ഡപം, ഈ സരസ്വതി മണ്ഡപത്തിന് സമീപത്തായിട്ട് പ്രത്യേകം ഒരുക്കിയ സ്ഥലമാണ് ഈ വിദ്യാമണ്ഡപം. അവിടെ 56 ഗുരുക്കന്മാർ നിരന്നിരുന്നാണ് കുരുന്നുകളെ ആദ്യാക്ഷരം എഴുതിക്കുന്നത്. അല്ലാത്തവർക്ക്, അത് ഓൺലൈൻ രജിസ്റ്റർ ചെയ്തവരാണ്, അല്ലാത്തവർക്ക് നമ്മളിപ്പോൾ കാണുന്നത് പോലെ ഇവിടെ മണൽ വിരിച്ചിട്ടുണ്ട്. അവിടെ മക്കളെ നേരിട്ട് അവർക്ക് തന്നെ എഴുതിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എല്ലാവരും ഇവിടെ വന്ന് ഈ മണലിൽ ഹരിശ്രീ എഴുതി പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്നത് കൊണ്ട് തന്നെ നിരവധി വിശ്വാസികൾ മധ്യ കേരളത്തിലും അതുപോലെ തന്നെ തെക്കൻ കേരളത്തിലുമുള്ള നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.